എല്ലാവർക്കും നമസ്കാരം. ശരത് മാക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു MCQ സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ IEയുടെ ഓൺലൈൻ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെർ മൊഡ്യൂൾ 400 റുപ്പീസിനാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. 9895631949 എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ ക്ലാസ്സുകൾ ഡെയിലി ബേസിസിൽ ലൈവായിട്ടാണ് ക്ലാസ്സുകൾ വരിക. ഏകദേശം 1.5 മണിക്കൂറോളം നമുക്ക് ലൈവായിട്ട് ക്ലാസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ പരമാവധി മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആയിരിക്കും നമ്മൾ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ആ ലൈവ് ക്ലാസ്സുകൾ പിന്നീട് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് കാണാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കയറാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സ്ഥിരമായിട്ട് PSC ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം തന്നെ നോക്കാം. ദ ഐഗൺ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ് മെട്രിക്സ്. ഒരു മെട്രിക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ, അപ്പം ഐഗൺ വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി അത് സോൾവ് ചെയ്യണമെന്ന് നമുക്കറിയാം. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ അതിലേക്ക് പോകാതെ പെട്ടെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞ ഒരു MCQ സീരീസിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് മെയിൻ ഡയഗണൽ കൂട്ടുന്നതും ഐഗൺ വാല്യൂസ് കൂട്ടുന്നതും സെയിം ആയിരിക്കണം, അല്ലേ? സം ഓഫ് ഡയഗണൽ എന്ന് പറയുന്നത് തന്നെ ആയിരിക്കണം സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്. അതിനെയാണ് നമ്മൾ ട്രേസ് എന്ന് വിളിക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രേസ്. ആ ട്രേസ് തന്നെ ആയിരിക്കണം എന്ത്? സം ഓഫ് ഐഗൺ വാല്യൂസ്. സം ഓഫ് ഐഗൺ വാല്യൂസ്. അപ്പോൾ ഇവിടെ ഡയഗണൽ കൂട്ടിയാൽ എന്താണ് വരിക? -1 + -1, അതായത് -1 -1 -2 ആണ് ഡയഗണൽ കൂട്ടുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഐഗൺ വാല്യൂസ് കൂട്ടുമ്പോഴും -2 തന്നെ കിട്ടണം. ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഓപ്ഷൻ ഡി തുടങ്ങാം. 5 3 8 അപ്പോൾ ഇത് വരില്ല. -3 -5 -8 ഇത് വരില്ല. -3 5 കൂട്ടിയാൽ 2 അതും വരില്ല. 3 -5 കൂട്ടിക്കഴിഞ്ഞാൽ 3 + -5 എന്ന് പറഞ്ഞാൽ 3 - 5 ആൻസർ എന്ത് വരുന്നുണ്ട്? -2 വരുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷനാണ് ആൻസർ എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കൺഫേം ചെയ്യാനായിട്ട് പറ്റി. ക്ലിയർ ആണെന്ന് വിചാരിച്ചോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഒരു മെട്രിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓർഡർ എന്താണ് നോക്കിക്കേ. 4 റോസും 4 കോളംസും ഒരു 4x4 മെട്രിക്സ് ആണ്. 4x4 ഒന്നും നമ്മൾ ഡിറ്റർമിനന്റ് വാല്യൂഷൻ പഠിച്ചിട്ടില്ല. 2x2 3x3 വരെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, ശരിയല്ലേ? പക്ഷെ 4x4 ആണെങ്കിലും 4x4 ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഈ ഒരു മെട്രിക്സ് ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്, ശരിയല്ലേ? മെയിൻ ഡയഗണൽ എലമെൻറ്റിൻ്റെ മുകളിലോട്ടെല്ലാം 0 ആണ്. മെയിൻ ഡയഗണൽ എലമെൻറ്റിൻ്റെ താഴെയെല്ലാം 0 ആണെങ്കിൽ അതിനെ അപ്പർ ട്രയാങ്കുലർ എന്ന് പറയും. മുകളിലെല്ലാം 0 ആണെങ്കിൽ അതിനെ ലോവർ ട്രയാങ്കുലർ എന്ന് പറയും, ശരിയല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ റോ റെഡ്യൂസ്ഡ് എക്കലൻ ഫോം ഒക്കെ ആക്കി മാറ്റുമ്പോൾ നമ്മളൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്ത് മാറ്റുന്നത്, ശരിയല്ലേ? എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിലും അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിലും അതിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. ഓക്കെ, അത് നോട്ടായിട്ട് നിങ്ങളൊന്ന് എഴുതി വെക്കണം. പ്രീവിയസ്ലി വന്നിട്ടുള്ള ചോദ്യമാണിത്. ദ ഡിറ്റർമിനന്റ് ഓഫ് എ ലോവർ ട്രയാങ്കുലർ ഓർ അപ്പർ ട്രയാങ്കുലർ. ലോവർ ട്രയാങ്കുലർ ആയാലും ശരി, അപ്പർ ട്രയാങ്കുലർ ആയാലും ശരി. Upper triangular matrix is product of main diagonal elements. മെയിൻ ഡയഗണൽ എലമെൻസിൻ്റെ പ്രോഡക്റ്റ് ആണ് വരിക. മെയിൻ ഡയഗണൽ എലമെൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്താണ് വരിക? മെയിൻ ഡയഗണൽ ഗുണിച്ചാൽ മതി. 1 × 1 × 1 × 1. ആൻസർ 1 ആണ് വരുന്നുണ്ടാവുക. ഓപ്ഷൻ സി, 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. മൂന്നാമത്തെ ചോദ്യം.
ലെറ്റ് എ ബി സി ഡി ബി എൻ ബൈ എൻ മെട്രിസസ്, അതായത് സ്ക്വയർ മെട്രിക്സ് ആണ് എന്നാണ് പറയുന്നത്. ഈച്ച് വിത്ത് നോൺ സീറോ എലമെന്റ്, നോൺ സീറോ ഡിറ്റർമിനന്റ്, എല്ലാത്തിൻ്റെയും ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ്. എ ബി സി ഡി എന്ന് പറയുന്നത് ഐ ആണ്. അങ്ങനെയാണെങ്കിൽ ബി ഇൻവേഴ്സ് എന്താണെന്നാണ് ചോദ്യം. നോൺ സീറോ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. കാരണം എ ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? അഡ്ജോയിന്റ് ഓഫ് എ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. അപ്പോൾ ഡിവിഷൻ ബൈ സീറോ വരാതിരിക്കാൻ വേണ്ടിയാണ് ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ് എന്നവർ പറയുന്നത്. അവർ തന്നിട്ടുള്ള സംഗതി എന്താ നോക്കിക്കേ. എ ബി സി ഡി ഇസ് ഈക്വൽ ടു ഐ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ആദ്യം ഇത് കൺവെൻഷണൽ ട്രഡീഷണൽ രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് പറയാം. അത് കഴിഞ്ഞൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡി ഒഴിവാക്കണം. ഡി ഒഴിവാക്കണമെങ്കിൽ രണ്ട് സൈഡിലും ഡി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എ ബി സി ഡി ഡി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡി ഇൻവേഴ്സ്. ഓക്കെ, സോ ഇവിടെ റൈറ്റ് സൈഡിലാണ് മൾട്ടിപ്ലൈ ചെയ്തത്, ഇപ്പുറത്തും റൈറ്റ് സൈഡിൽ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം എ ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി എ ഇൻ ദ കേസ് ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഡി ഇൻറ്റു ഡി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഏതൊരു മെട്രിക്സിനെയും അതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇപ്പോൾ എ ബി സി ഐ ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സിനെ ഏത് മെട്രിക്സ് കൊണ്ട് ഗുണിച്ചാലും ആ മെട്രിക്സ് തന്നെയാണ് തിരിച്ചു കിട്ടുക. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇൻറ്റു എ ആണെങ്കിൽ നമുക്ക് എ തന്നെയാണ് തിരിച്ചു കിട്ടുക. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇൻറ്റു ഡി ഇൻവേഴ്സ് ആണെങ്കിൽ ഡി ഇൻവേഴ്സ് തന്നെയാണ് തിരിച്ചു കിട്ടുക. ഓക്കെ, അതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ പ്രത്യേകത. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ 1 പോലെ തന്നെയാണ് മെട്രിക്സിൻ്റെ ലോകത്ത് ഐഡൻറ്റിറ്റി മെട്രിക്സ്. 1നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലും 1നെ 5 കൊണ്ട് ഗുണിച്ചാൽ ആൻസർ 5 ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഐഡൻറ്റിറ്റി മെട്രിക്സിനെ മറ്റൊരു മെട്രിക്സ് കൊണ്ട് ഗുണിച്ചാൽ ആൻസർ ആ മെട്രിക്സ് തന്നെയാണ് തിരിച്ചു കിട്ടുക. ഇനി അതേപോലെ തന്നെ ഐ ഇൻറ്റു എ ബി സി എന്ന് പറഞ്ഞാൽ എ ബി സി തന്നെയാണ് ഇസ് ഈക്വൽ ടു ഡി ഇൻവേഴ്സ്. ഓക്കെ, ഇനി ഇതേപോലെ എന്തോ ഒഴിവാക്കണം? എനിക്ക് ബി ഇൻവേഴ്സിലേക്ക് എത്തിക്കണമെങ്കിൽ അടുത്ത സി ഒഴിവാക്കണം. സി ഒഴിവാക്കണമെങ്കിൽ രണ്ട് സൈഡിലും സി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ് വരിക? എ ബി സി ഇൻറ്റു സി ഇൻവേഴ്സ്. ഇവിടെ വലതുവശത്താണ് ഗുണിച്ചത്, ഇവിടെയും വലതുവശത്ത് തന്നെ ഗുണിക്കണം. ഡി ഇൻവേഴ്സ് ഇൻറ്റു സി ഇൻവേഴ്സ്. നോക്കിക്കേ, ഇപ്പോൾ സി ഇൻറ്റു സി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ ആവും, ഐ ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ എ ബി ആവും. ഓക്കെ, ഇസ് ഈക്വൽ ടു ഡി ഇൻവേഴ്സ് ഇൻറ്റു സി ഇൻവേഴ്സ്. ഓക്കെ ആണേ. ഇനി എ ഒഴിവാക്കണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ, എ ലെഫ്റ്റിലാണല്ലോ നിൽക്കുന്നത്, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഞാൻ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഗുണിച്ചതുകൊണ്ട് ഇപ്പുറം ലെഫ്റ്റ് സൈഡിൽ തന്നെ ഗുണിക്കണം. എ ഇൻവേഴ്സ് ഇൻറ്റു ഡി ഇൻവേഴ്സ് ഇൻറ്റു സി ഇൻവേഴ്സ്. അപ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്നുള്ളത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആവും. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ആണ്. അപ്പോൾ ബി ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഡി ഇൻവേഴ്സ് സി ഇൻവേഴ്സ്. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ബി ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഡി ഇൻവേഴ്സ് സി ഇൻവേഴ്സ് എന്നാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ അവർ പറയുന്നത്? ഈ ബിയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി, അല്ലേ? ബി ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇൻവേഴ്സ് എടുത്തു, റൈറ്റ് സൈഡിലും ഇൻവേഴ്സ് എടുക്കുക. എ ഇൻവേഴ്സ് ഡി ഇൻവേഴ്സ് സി ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ്. ഇനി ലോ ഓഫ് റിവേഴ്സൽ ഓഫ് ഇൻവേഴ്സ് എന്താണ്? എ ഇൻറ്റു ബി ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നതാണ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അപ്പം രണ്ടാമത് കിടക്കുന്ന ആളുടെ ഇൻവേഴ്സ് ആദ്യം എടുക്കണം, ആദ്യം കിടക്കുന്ന ആളുടെ ഇൻവേഴ്സ് രണ്ടാമത് എടുക്കണം, അത് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ലോ ഓഫ് റിവേഴ്സൽ ഓഫ്. റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു വരണം, അല്ലേ? ട്രാൻസ്പോസിലും സെയിം ലോ തന്നെയാണ്, ലോ ഓഫ് റിവേഴ്സൽ ഓഫ് ട്രാൻസ്പോസ്. എ ഇൻറ്റു ബി ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. ഇപ്പോൾ എ ഇൻറ്റു ബി ഇൻറ്റു സി ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സി ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇത് പ്രകാരം സി ഇൻവേഴ്സിൻ്റെ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു ഡി ഇൻവേഴ്സിൻ്റെ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സിൻ്റെ ഹോൾ ഇൻവേഴ്സ്. ഇനി ലോ ഓഫ് ഡബിൾ ഇൻവേഴ്സ്, എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആൻസർ എ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഡി ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ സി ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ സി ആണ്. സോ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഡി ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഡി ആണ്, എ ഇൻവേഴ്സ് ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പോൾ നമുക്ക് ബി ഇൻവേഴ്സിൻ്റെ ആൻസർ കിട്ടുന്നത് എന്താണ്? സി ഡി എ എന്നുള്ളതാണ് നമുക്ക് ആൻസർ വരിക. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ, സി ഡി എ. യെസ്, ഓപ്ഷൻ ബി സി ഡി എ. ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള വഴി. ഇനി ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമുക്ക് എ ബി സി ഡി ഈക്വൽ ടു ഐ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നോക്കിക്കേ, എ ബി സി ഡി ഈസ് ഈക്വൽ ടു ഐ. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിനകത്തെല്ലാം
ഇപ്പം എന്നോട് ചോദിച്ചേക്കുന്നത് ബി ഇൻവേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയാൽ മതി. സിയിൽ നിന്ന് ഡിയിലേക്ക് എത്തി അവിടുന്ന് എയിലേക്ക് എത്തണം. സി ഡി എ അതായിരിക്കും ആൻസർ വരിക. ഇനി ഇൻ എ കേസ് നമുക്ക് ബി ഇൻവേഴ്സ് ആണെങ്കിൽ നമുക്ക് ആൻസർ ഇങ്ങനെയാണ് വരിക. സി ഇൻവേഴ്സ് ആയിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ ഡിയിൽ നിന്ന് തുടങ്ങി തിരിഞ്ഞ് എ ബി അല്ലേ, ഡി എ ബി എന്ന് വന്നതിനെ ആൻസർ. ഓക്കെ, ഇനി അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതൊരു എളുപ്പവഴിയാണ്. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിനകത്തെല്ലാം ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബി ഇൻവേഴ്സ് പറഞ്ഞു, സി ഇൻവേഴ്സ് പറഞ്ഞു. ഇനി ഇന്ന കേസ് ഡി ഇൻവേഴ്സ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ എന്തായിരിക്കും? ഡി ഇൻവേഴ്സ് ആണെങ്കിൽ അത് കഴിഞ്ഞ് റൊട്ടേഷനിൽ എ ബി സി അല്ലേ, എ ബി സി ആയിരിക്കും ആൻസർ. ഇനി എ ഇൻവേഴ്സ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ബി സി ഡി ആയിരിക്കും ആൻസർ. ഓക്കെ ആണല്ലോ? സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് അത് എഴുതാനുള്ള എളുപ്പവഴി. ഇപ്പോൾ 1 സെക്കൻഡിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇത് ഓർത്തിരുന്നാൽ മതി. ബി ഇൻവേഴ്സ് ആണെങ്കിൽ സി ഡി എ ആയിരിക്കും ആൻസർ. ഇപ്പോൾ എക്സാമിന് നിങ്ങൾ ഇത്രയും ചെയ്തൊന്നും സമയം കളയണ്ട. ഞാനിത് ചെയ്തതിൻ്റെ മെയിൻ റീസൺ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതിന് പിന്നിലുള്ള സിംപ്ലിഫിക്കേഷൻസ് പഠിക്കണം. കാരണം ആ സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യനിൽ ആവശ്യം വരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളൊന്ന് ചെയ്യിപ്പിച്ചതാണ്. ശരിക്കും ഇതെങ്ങനെയാണ് വരുന്നത്? മറ്റേതൊരു എളുപ്പവഴിയാണ്. എല്ലായ്പ്പോഴും ഇങ്ങനെ വരൂ എന്ന് നമുക്ക് പറയാം. എ ബി സി ഡി ഐ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ശരിക്കും പക്ഷേ അതിങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. The volume of an object is expressed in spherical coordinates is given by. ഒരു ഒബ്ജക്റ്റിൻ്റെ വോളിയം സ്പെറിക്കൽ കോർഡിനേറ്റ്സിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ട്രിപ്പിൾ ഇൻ്റഗ്രലിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം പല കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ പട്ടികയിൽ നമുക്കിത് പെടുത്താം. കാരണം പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് കണ്ടിട്ടുണ്ട്. ഒരു ഡയറക്റ്റ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു ഡയറക്റ്റ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേഷൻ ആണ്. ഇപ്പോൾ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെയാണ് ചെയ്യുക? അതിന് നമ്മൾ ലിമിറ്റ് നോക്കുക. വേരിയബിൾ ലിമിറ്റ് ആണോ കോൺസ്റ്റൻറ്റ് ലിമിറ്റ് ആണോ നോക്കുകയാണെങ്കിൽ ലിമിറ്റ് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ലിമിറ്റിനകത്ത് വേരിയബിൾസ് വരുന്നില്ല. 0 to 1, 0 to π/3, 0 to 2π. ഇപ്പോൾ ലിമിറ്റിൽ വേരിയബിൾസ് ഇല്ല, കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സ് ആണ്. ഇനി ആ ഫംഗ്ഷൻ പ്രോഡക്റ്റ് ആണോ നോക്കുക. പ്രോഡക്റ്റ് ആണ്. r² × sin⁵ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റും കോൺസ്റ്റൻറ്റ് ലിമിറ്റ്സും ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. ഏതെങ്കിലും വേരിയബിൾ ലിമിറ്റ്സ് ഉണ്ടെങ്കിലോ പ്രോഡക്റ്റ് അല്ലാണ്ട് സമ്മൊക്കെ ആണെങ്കിലോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്ന എപ്പോഴാണ്? അതായത് ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ലിമിറ്റും കോൺസ്റ്റൻറ്റും ആയിരിക്കണം. എന്തിൻ്റെയാണോ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഒരു പ്രോഡക്റ്റ് ഫംഗ്ഷനും ആയിരിക്കണം. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ PSC സാധാരണ ചോദിക്കാറുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ സമയം അതിനെടുക്കും എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്ന് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു ഫാൻസി ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ബേസിക്സ് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിൽക്കുന്ന dr ആണ്. അപ്പോൾ r-ൻ്റെ ലിമിറ്റാണ് 0 to 1, ഫൈയുടെ ലിമിറ്റാണ് 0 to 2π, 0 to π/3, തീറ്റയുടെ ലിമിറ്റാണ് 0 to 2π. ഓക്കെ, അപ്പോൾ തീറ്റയുടെ ഫംഗ്ഷൻ ലിമിറ്റ് 0 to 2π. തീറ്റ വരുന്നൊരു ഫംഗ്ഷൻ ഇല്ല ഇൻസൈഡ്, അപ്പോൾ ഡി തീറ്റ മാത്രം മതി. ഇനി അടുത്ത ഫൈയുടെ ലിമിറ്റ് 0 to π/3, ഫൈ വരുന്ന ഫംഗ്ഷൻ ഉണ്ട് sin⁵ ഇൻറ്റു d⁵ ഇൻറ്റു അതാണ്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത വരുന്ന വേരിയബിൾ ആരാണ്? r ആണ്. r-ൻ്റെ ലിമിറ്റ് 0 to 1, r വരുന്ന വേരിയബിൾ r². പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അകത്ത് വലിപ്പം r² പ്ലസ് sin⁵ ആണെങ്കിൽ പോയി. പിന്നെ ഈ മെത്തേഡ് പറ്റത്തില്ല. സെപ്പറേറ്റ് ഓരോന്നോരോന്നായിട്ട് ഇൻസൈഡ് ഫംഗ്ഷൻ ആദ്യം ചെയ്ത് പിന്നെ ഔട്ട്സൈഡ് ഫംഗ്ഷൻ ചെയ്ത് ആ ഒരു പ്രോസസ്സിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇൻസൈഡ് പ്രോഡക്റ്റും ആയിരിക്കണം, എല്ലാ ലിമിറ്റുകളും കോൺസ്റ്റൻറ്റും ആയിരിക്കണം, റെക്റ്റാങ്കുലർ ലിമിറ്റ്സ് ആയിരിക്കണം. ഓക്കെ, r² ഇൻറ്റു പിന്നെന്താണ് വരിക? dr അല്ലേ. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ചെയ്യാലോ. സോ ഇൻ്റഗ്രൽ d തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്, ഓവർ ദ ലിമിറ്റ് 0 to 2π. ഇൻ്റഗ്രൽ sin⁵ എന്ന് പറഞ്ഞാൽ -cos⁵ ഓവർ ദ ലിമിറ്റ് 0 to π/3. r²ൻ്റെ ഇൻ്റഗ്രൽ r³ ഓവർ ദ ലിമിറ്റ് 0 to 1. സോ നമ്മൾ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2π -0 ആയതുകൊണ്ട് ഞാൻ ലോവർ ലിമിറ്റ് കൊടുക്കുന്നില്ല. സോ ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -cos⁵ പകരം π/3 ഈ മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റിൻ്റെ മൈനസ് ആണ്. ഓൾറെഡി അവിടെ ഒരു മൈനസ് ഉണ്ട്. അത് കൊടുത്തതിന് ശേഷം കോസ് ലോവർ ലിമിറ്റ് 0 ഇൻറ്റു ഇവിടെ അപ്പർ ലിമിറ്റ് 1³ / 3 അല്ലേ.
മൈനസ് ലോവർ ലിമിറ്റ് 0³/3 ആയതുകൊണ്ട് ഞാൻ അത് എഴുതുന്നില്ല. സോ 2π ഇൻറ്റു മൈനസ് കോസ് π/3. π/3 എന്നുള്ളത് 60 ആണ്. കോസ് 60 1/2. 2 മൈനസ് ചേർന്ന് പ്ലസ് കോസ് 0 1 ഇൻറ്റു 1/3. ഓക്കെ ആണേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു 1 കുറച്ച ബാക്കി ഒരു അര ഉണ്ടാവും ഇൻറ്റു 1/3. സോ ഇവിടെ 2ഉം 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്ന എന്താണ്? π/3 ആണ് ആൻസർ വരിക. മുകളിൽ പൈയും താഴെ ഒരു 3 ഉണ്ട്. സോ π/3 ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ π/3 ആണ് നമുക്ക് ആൻസർ വരിക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കുറേ എക്സാമിന് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ചെയ്ത് പഠിച്ചേക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 5ാമത്തെ ചോദ്യം. ഇതും പ്രീവിയസ്ലി കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. The value of the integral I is equal to 1/√2π integral 0 to infinity e raised to minus x²/8 dx എന്താണെന്നാണ് ചോദ്യം. നോക്കാം. സോ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ്, ഇത് ആദ്യമേ ഒന്ന് ഇങ്ങനെ എഴുതുക. 0 ഇൻ്റഗ്രൽ 1/√2π ഇൻ്റഗ്രൽ 0 to infinity ഇ റൈസ് ടു, നമ്മളൊരു റിസൾട്ട് പഠിക്കുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇൻ്റഗ്രൽ 0 to infinity ഇ റൈസ് ടു മൈനസ് x² dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വരിക √π/2 ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ റിസൾട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ട ഒരു രീതിയിലേക്ക് നമ്മളിത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. പക്ഷേ ഇത് ഡയറക്റ്റ്ലി നമുക്ക് ഈ ഒരു റിസൾട്ട് ഇവിടേക്കും കൊടുക്കാൻ പറ്റില്ല. സ്റ്റാൻഡേർഡ് ഫോമിലല്ല അത് നിൽക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമ്മളിത് കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ ഒരു -x², ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. x²/8നെ x/√8 ഹോൾ സ്ക്വയർ എന്നാക്കുന്നുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് സ്ക്വയർ എടുത്താൽ x²/√8ൻ്റെ സ്ക്വയർ 8 കിട്ടും. ഓക്കെ, ഇൻറ്റു dx. ഇനി ഞാൻ ചെയ്യുന്നത് ഈ x/√8ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. x/√8ന് ഒരു y എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അവിടുന്ന് x is equal to √8y എന്ന് കിട്ടും. dx is equal to √8 ഇൻറ്റു dy എന്നും കിട്ടും. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? dx is equal to √8 ഇൻറ്റു dy എന്നും കിട്ടും. സോ അത് നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റ് ചേഞ്ച് ചെയ്യണം. ഇഫ് യു ആർ ഗോയിങ് വിത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വി നീഡ് ടു ചേഞ്ച് ദ ലിമിറ്റ്. അപ്പം ഇവിടെ നിലവിൽ എക്സ് ആണ് വേരിയബിൾ. എക്സിന് നമ്മൾ പഴയ വാല്യൂ കൊടുത്താൽ, എക്സിന് പഴയ ലിമിറ്റ് 0 ആണ്. എക്സിന് 0 കൊടുത്താൽ 0/√8. വൈയുടെ പുതിയ ലിമിറ്റ്, ലോവർ ലിമിറ്റ് 0 ആണ് വരിക. എക്സിന് പഴയ അപ്പർ ലിമിറ്റ് √8/∞. വൈയുടെ പുതിയ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി തന്നെയാണ് കിട്ടുക. അപ്പോൾ ലിമിറ്റിൽ മാറ്റമില്ല. പുറത്തൊരു 1/√2π ഉണ്ട്, അത് മറന്നു പോകരുത്. സോ 1/√2π ഇൻ്റഗ്രൽ 0 to infinity എന്താ വരിക എന്ന് പറഞ്ഞേ? ഇ റൈസ് ടു മൈനസ് x/√8 എന്നുള്ളത് y ആവും, y² ആവും. dx എന്ന് പറഞ്ഞാൽ √8 dy ആവും. ഓക്കെ ആണേ. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? 1/√2π ആ ഒരു √8ഉം കൂടെ പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ 0 to infinity ഇ റൈസ് ടു മൈനസ് y² dy എന്നാണ് വരിക. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റിസൾട്ടാണ്. ഇൻ്റഗ്രൽ 0 to infinity ഇ റൈസ് ടു മൈനസ് x² dx. അതുപോലെ തന്നെയാണ് എക്സ് മാറി y ആയെന്നേ ഉള്ളൂ. ഇൻ്റഗ്രൽ 0 to infinity ഇ റൈസ് ടു മൈനസ് y² dy. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇത് ഒരു റിസൾട്ടാണ്. അതിൻ്റെ ആൻസർ നമുക്ക് എന്താണെന്നറിയാം. അത് √π/2 ആണ്. ഈ കാണുന്ന റിസൾട്ടിൻ്റെ ആൻസർ √π/2 ആണ്. അത് ഞാൻ അവിടേക്ക് എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്താണ് വരിക എന്ന് പറഞ്ഞേ? 1/√2π ഉണ്ട്, ഒരു √8 ഉണ്ട്, ഒരു √π/2 ഉണ്ട്. ഓക്കെ, സോ ഇത് സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. √2πനെ √2 ഇൻറ്റു √π എന്നാക്കാം. √8നെ √4 ഇൻറ്റു 2 എന്നാക്കാം. ഇൻറ്റു √π/2 എന്നാക്കാം. ഓക്കെ, സോ 1/√2 ഇൻറ്റു √π. √(ab) എന്ന് പറഞ്ഞാൽ √a ഇൻറ്റു √b ആണ്. √4 എന്ന് പറഞ്ഞാൽ 2 വരും, ബാക്കി ഒരു √2 ഉണ്ടാവും. ഇൻറ്റു ഒരു √π ഉണ്ട്, ബൈ ഒരു 2 ഉണ്ട്. എന്തെങ്കിലും വെട്ടാനുണ്ടോ നോക്കിയേ. ഇഷ്ടംപോലെ ആൾക്കാർ വെട്ടാൻ നിൽക്കുകയാണ് അല്ലേ. 2 ക്യാൻസൽ, √π ക്യാൻസൽ, √2 ക്യാൻസൽ. ആൻസർ എന്താണ്?
എല്ലാവരും വെട്ടിപ്പോയി. 1 ആണ് നമുക്ക് ആൻസർ വരിക. സോ ഓപ്ഷൻ എ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കണ്ട. ഇതേപോലെ ഡെയിലി ബേസിസിൽ എല്ലാ കണ്ടൻറ്റ് ക്ലാസ്സുകളും MCQ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈവൻ 1-2 ക്ലാസ്സുകൾ വെച്ചിട്ടൊക്കെ ഒരു ദിവസം നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഈവനിങ് നമുക്ക് റെഗുലർ ക്ലാസ് ഉണ്ട്, എക്സ്ട്രാ MCQs ചെയ്യാനായിട്ട് നമുക്ക് മോർണിംഗിൽ ക്ലാസ്സസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് 100% വർത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഷുവറാണ്. സോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.